നമ്മൾ ഇപ്പം നോക്കാൻ പോണത് നമ്മുടെ വീടിൻ്റെ ബിൽഡിംഗ് ടാക്സ് എങ്ങനെയാണ് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക കെ-സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. ഇതിൽ KSMART.LSC-Kerala.gov.in ഇത് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് ആപ്പ് മൊബൈലുണ്ട്, ആൻഡ്രോയിഡിലും മറ്റേ പ്ലേ സ്റ്റോറിൽ രണ്ടിലും ഈ ആപ്പ് കെ-സ്മാർട്ടിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. വൺസ് നമുക്ക് ഇതിൽ വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസ് നമുക്ക് ആഡ് ചെയ്തിടാം. ഏതൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുക. ഇപ്പോൾ ന്യൂ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടീസ് ഏതൊക്കെ നമ്മുടെ മൈ ആപ്ലിക്കേഷനിൽ ഏതൊക്കെ ഉള്ള ബിൽഡിങ് നമുക്ക് നമ്മുടെ പേരിലുണ്ടെങ്കിൽ ഇതിൽ കാണാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് പേയ്മെൻ്റ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂ ആപ്ലിക്കേഷനിൽ പോവുക, ഇവിടെ ഇതിൽ പോവുക, എന്നിട്ട് നമുക്ക് ഇതിൽ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതിൽ പോയിട്ട് പ്രോപ്പർട്ടി ടാക്സിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടാക്സ് പേയ്മെൻറ്റിൽ പേ ടാക്സ് ബൈ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്മാർട്ട് സെർച്ച് ഓപ്ഷനും ഉണ്ട്, അഡ്വാൻസ്ഡ് സെർച്ചും ഉണ്ട്. ഇതിന് ടോഗിൾ ചെയ്യാൻ പറ്റും. ഇതിൽ സ്മാർട്ട് സെർച്ചിൽ നമുക്ക് ബിൽഡിംഗ് ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് കൊടുത്താൽ ഡയറക്റ്റ് അതിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ അഡ്വാൻസ് സെർച്ചിൽ പോയിട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. ലോക്കൽ ബോഡി നമ്മുടെ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, അല്ലെങ്കിൽ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്. എൻ്റെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരുന്നു സെലക്ട് ചെയ്തു, തൃശ്ശൂർ സെലക്ട് ചെയ്തു. ഇത് നോക്കണ്ട, ഇത് നമ്മുടെ വാർഡ് ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ സ്ഥലം ഏതാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതാ വാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡ് നമ്മളിതിൽ താഴോട്ട് വന്നിട്ട് ഇതിൽ നമ്മുടെ വാർഡ് ഏതാന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യാൻ. 47 പുല്ലഴിയാണ്. ഇതിൽ ഡോർ നമ്പറും അല്ലെങ്കിൽ സബ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മുമ്പ് പേ ചെയ്തിട്ടുള്ള ചാനലിൽ ഉണ്ടായിരിക്കും ഡോർ നമ്പറും സബ് നമ്പർ ഏതാന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഓണർ നെയിം ഇടണമെങ്കിൽ ഓണർ നെയിം കൊടുത്തിട്ട് നമ്മുടെ പേര് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാ ഇത് പേ ചെയ്യാനുള്ളതെന്ന് വരും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പേ ചെയ്താണ്, ലാസ്റ്റത്തെ എൻ്റെ 2112 ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഇങ്ങനെ നമുക്ക് പേ ഇതിൽ സെലക്ഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഓൾറെഡി പേ ചെയ്ത് കാരണം ഡ്യൂ 0 കാണിക്കണ്. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് UPI ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗൂഗിൾ പേ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി അങ്ങനെ ലോഗിൻ പാസ്വേഡ് അടിച്ചിട്ടും പേ ചെയ്യാൻ പറ്റും. ഓക്കെ.